2011 में हमारे शादी हुई थी। 2011 ദേവദാസന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നത്. उसके बाद हमारे परिवार में संतान नहीं था। 1 साल बीता, 2 साल बीता, पहले परिवार वाले पूछने लगे, फिर कलीसिया वाले पूछने लगे, फिर अगल बगल वाले पूछने लगे। हमको सबके सामने बेइज्जती की अनुभव शुरुआत होने लगा। देखो അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് തലമുറ ഉണ്ടായില്ല. ആദ്യം കുടുംബക്കാർ ചോദിക്കാൻ തുടങ്ങി, പിന്നെ സഭക്കാർ ചോദിക്കാൻ തുടങ്ങി, പിന്നെ അയൽവാസികൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിന്ദിക്കപ്പെടുന്ന ഒരു സമയം കടന്നു വരുവാനിടയായി തീർന്നു. इसी के बीच में कलीसिया और हम मिलकर प्रार्थना कर रहे थे, परमेश्वर हमको एक संतान दे। അതിന്റെ നടുവിൽ ഞങ്ങളും സഭയും ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവമേ, ഞങ്ങളെ തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ. परमेश्वर के ऊपर इतना ज्यादा हम भरोसा कर रहे थे, परमेश्वर कभी भी हमारे जीवन में संतान दे सकता है। ഞങ്ങൾ ഇപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കുവാനിടയായി തീർന്നു, ആശ്രയിക്കുവാനിടയായി തീർന്നു. കർത്താവിന് എപ്പം വേണമെങ്കിലും ഞങ്ങൾക്കൊരു തലമുറയെ നൽകുവാൻ കഴിയും. 2016 में सितंबर महीना 9 तारीख को मेरे वाइफ को बहुत ज्यादा बुरी रीति से दर्द होने लगा। 2016 സെപ്റ്റംബർ മാസത്തില് പാസ്റ്ററുടെ വൈഫിന് വലിയ വേദനയും പ്രശ്നങ്ങളും ഉണ്ടാകുവാനിടയായി തീർന്നു. वो पेट में होने वाला बहुत बड़े दर्द के कारण हम उनको हॉस्पिटल में एडमिट किए। വയറ്റിലുണ്ടായ വലിയ വേദന കൊണ്ട് സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. हॉस्पिटल में तीसरा दिन वो डॉक्टर ने हमको बुलाकर कहने लगा, ये आपके पत्नी को बहुत ज्यादा कैंसर बीमारी आ गया है, वो पेट में पूरा भर गया है और वो लंग्स तक आकर पकड़ लिया है। ഹോസ്പിറ്റലിലെ ഡോക്ടർ മൂന്നാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുവാനിടയായി തീർന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് വയറ്റിന്റെ അകത്ത് വലിയ ക്യാൻസർ ആണ്, അത് വയറ് മുഴുവൻ അത് വ്യാപിച്ചിരിക്കുകയാണ്, ലങ്സിൽ വരെ ആ ക്യാൻസർ വ്യാപിച്ചിരിക്കുകയാണ്. वो उन्होंने कहा 1 लाख रुपए अभी दो, हम ट्रीटमेंट स्टार्ट कर सकते हैं, नहीं तो आप इनको लेके जाओ। അവരെ പറയുവാനിടയായി തീർന്നു, 1 ലക്ഷം രൂപ ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുവാനിടയായി തീർന്നു, ഞങ്ങളെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുവാനിടയായി തീർന്നു. इतनी बड़ी बुरी परिस्थिति में बहुत में फूट फूट कर रोने लगा। ഈ വലിയ സങ്കടത്തിന്റെ സമയത്ത് ഞാൻ വളരെയധികം നിലവിളിക്കുവാൻ കരവാനിടയായി തീർന്നു. परमेश्वर इतने साल में आपके लिए सेवा कर रहा हूं, ये सब क्या बुरे परिस्थिति आप मेरे जीवन में डाल दिया। ഞാൻ ചോദിച്ചു, കർത്താവ്, ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ നിന്റെ വേല ചെയ്യുകയില്ലേ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ സങ്കടമുള്ള ഒരു പരിസ്ഥിതി എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. उसके बाद उनको उठाकर वेल्लूर हॉस्पिटल में एडमिट करना पड़ा। അതിനുശേഷം എന്റെ വൈഫിനെ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. वहां पर उनको 2 ओवरी को निकालना पड़ा, क्योंकि ओवरी से वो सिस्ट के माध्यम से वो कैंसर बीमारी फैला बोलकर वो ओवरीज को निकालना पड़ा और उनको 2 बार ऑपरेशन किए, उनको वेंटिलेटर में डाल दिए। उनके बहुत ज्यादा बुरी परिस्थिति में हो चले गई। അവിടെ വെച്ച് പാസ്റ്ററുടെ വൈഫിനെ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി തീർന്നു, 2 ഓവറികൾ റിമൂവ് ചെയ്യുവാനിടയായി തീർന്നു. വലിയ സങ്കടകരമായ അവസ്ഥകളായി വെന്റിലേറ്ററിൽ എത്തുവാനിടയായി തീർന്നു. വളരെ ഹെൽത്ത് മോശപ്പെട്ട ഒരു പരിസ്ഥിതിയിലേക്ക് വരുവാനിടയായി തീർന്നു. डॉक्टर ने कहा कभी भी ये जा भी सकता है, आ भी सकता है, कोई भरोसा नहीं। ഡോക്ടർ പറഞ്ഞു, ഈ സഹോദരി ജീവിക്കാനും സാധ്യതയുണ്ട്, മരിച്ചു പോകാനും സാധ്യതയുണ്ട്, എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു. परंतु हमारे कलीसिया वाले जो हमारे प्रचार को सुने थे, वे लोग भरोसा कर हमारे परिवार के लिए प्रार्थना कर रहे थे और हम प्रार्थना कर रहे थे। परमेश्वर ने अद्भुत रीति से उसको साधारण एक इन्फेक्शन के रूप में बदलकर, उनका रिपोर्ट को बदलकर उनके जीवन में बहुत बड़ी चंगाई दे दिया। ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ദൈവസഭ പ്രാർത്ഥിച്ചു, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ദൈവം ആ റിപ്പോർട്ടിനെ പോലും മാറ്റിയിട്ട്, ഒരു സാധാരണ ഇൻഫെക്ഷൻ എന്ന പോലെ ആ റിപ്പോർട്ടിനെ മാറ്റിയിട്ട് ദൈവം വലിയ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. उसके बाद डॉक्टर ने कहा आपके परिवार में कभी संतान नहीं हो सकता। അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും തലമുറ ഉണ്ടാകുകയില്ല, आपको टेस्ट ट्यूब बेबी भी नहीं हो सकता, നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ട്യൂബ് ബേബിയെ പോലും, ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല. क्योंकि आपके बीबी का परिस्थिति बहुत खराब है। എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ സ്ഥിതി വളരെ മോശമാണ്. आप एक बच्चे को अडॉप्ट कर लो, ഒരു കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുത്താട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു.
उसके बाद में त्रिवेंद्रम में रहने वाले एक जो मदर तेरेसा चाइल्ड केयर जगह में जाकर एक बच्चे को अडॉप्ट करने के लिए मैं गया था। അതിനുശേഷം ട്രിവാൻഡ്രത്തുള്ള മദർ തെരേസയുടെ ഓർഗനൈസേഷനിലെ ഒരു കുഞ്ഞിനെ ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ദത്തെടുക്കുവാൻ വേണ്ടി അവിടേക്ക് പോകുവാനിടയായി തീർന്നു. वहां पर गेट में एक विश्वासी बहन बैठी थी। അവിടെ ഒരു വിശ്വാസി സഹോദരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. वो विश्वासी बहन पूछी क्या आपको चाहिए इधर? ആ വിശ്വാസി സഹോദരി എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യം? मैंने कहा मुझे एक बच्चा अडॉप्ट करना है, उसके लिए मैं इधर आया हूं। ഞാൻ പറഞ്ഞു, ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കുവാൻ വേണ്ടി ഇവിടെ വന്നതാണ്. वो स्त्री ने मेरे से पूछी आप क्या काम करते हैं? ആ സഹോദരി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? मैंने कहा परमेश्वर की सेवा करता हूं। उन्होंने पूछी क्या आप पास्टर है? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്. അവരപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു പാസ്റ്റർ ആണോ? मैंने कहा हाँ, मैं एक पास्टर नॉर्थ इंडिया में सेवा करता हूं। ഞാൻ പറഞ്ഞു, ഞാനൊരു കർത്താവിന്റെ ദാസനാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. आप जो परमेश्वर के ऊपर भरोसा करते वो परमेश्वर जल्दी दे सकता है, परंतु आप इधर अगर बुकिंग करेंगे तो 10 साल लगेगा, आपको फिर भी बच्चा मिलना मुश्किल हो जाएगा। ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്ന കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ തരുവാനിടയായി തീരും. എന്നാൽ നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ 10 വർഷം എടുക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. मैं निराशा के साथ वापस घर जा रहा था, तब परमेश्वर ने मेरे अंदर इस वचन के द्वारा बातचीत किया, भरोसा कर मैं तेरे जीवन में अद्भुत कार्य करूंगा। ഞാൻ വളരെ നിരാശയോടുകൂടി എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിക്കുവാനിടയായി തീർന്നു, കർത്താവിലെ വിശ്വാസം വെക്ക്, കർത്താവിൽ ആശ്രയിക്ക്, കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യുവാനിടയായി തീരും. उसके बाद परमेश्वर ने ऐसी बड़ी अद्भुत कार्य मेरे वाइफ के जीवन में किया। जो 2 ओवरी चला गया था उसमें से एक ओवरी धीरे से एक टिश्यू धीरे से आया बोलकर पता नहीं लगा, और जैसे स्त्रियों को होता है वैसे सब कुछ होने लगा। ദൈവം ഒരു വലിയ അത്ഭുതം എൻ്റെ വൈഫിന്റെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. 2 ഓവറി നഷ്ടപ്പെട്ട് പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഓവറിയുടെ ഒരു അല്പഭാഗം ശേഷിക്കുന്നുണ്ടെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ സ്ത്രീകൾക്കുള്ള സകല ലക്ഷണങ്ങളും എൻ്റെ വൈഫിന്റെ ജീവിതത്തിൽ പിന്നെയും പ്രകടമാകുവാനിടയായി തീർന്നു. फिर भी परमेश्वर के ऊपर के अलावा और कोई भी चीज में भरोसा नहीं कर रहे थे, क्योंकि डॉक्टर लोग ने ठीक से बता दिया आपके पास संतान होने की कोई रास्ता नहीं, आप अडॉप्ट ही कर लो। എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലായിരുന്നു. കാരണം ഡോക്ടർമാര് നിശ്ചയമായിട്ടും പറയുവാനിടയായി തീർന്നു, ദൈവത്തിൽ അഡോപ്റ്റ് ചെയ്യുകയല്ലാതെ നിങ്ങൾക്കൊരു മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർമാർ പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. परंतु 2018 साल जुलाई महीना में परमेश्वर मेरे वाइफ के पेट में बहुत बड़े एक चिन्ह दिखाया कि उसके पेट में एक संतान रुकने लगा। 2018 ദൈവം എന്റെ വൈഫിന്റെ ഉദരത്തിൽ ഒരു വലിയ കാര്യം ചെയ്തു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകുവാനിടയായി തീർന്നു. 2019 अप्रैल 4 में परमेश्वर एक बेटा को हमारे परिवार में दिया। 2019 കർത്താവ് ഒരു തലമുറയെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകുവാനിടയായി തീർന്നു. आज मैं परमेश्वर को लाखों धन्यवाद देता हूं। परमेश्वर 2019वीं साल में इतने बड़े अद्भुत कार्य हमारे परिवार में कर जहां पर कुछ नहीं होगा बोलने वाले जगह में परमेश्वर को भरोसा करने के कारण बहुत बड़े चिन्ह के साथ आज लक्षित होने वाले स्थान में परमेश्वर की गवाही देते हुए खड़ा करने के किया, उसके लिए मैं धन्यवाद देता हूं। ഞാൻ കോടി നന്ദി കർത്താവിന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എവിടെ സംഭവിക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത്, നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം ഇന്ന് അവന്റെ സാക്ഷ്യം പറയുവാൻ തൊക്കണം എന്നെ ശക്തീകരിച്ചതിനെ ഓർത്ത്, ആ അത്ഭുത പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്തതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. आज भी संदेश को सुनने वाले बहुत सारे बहन लोग अपने मन में दुख के साथ बैठे हैं, मेरे परिवार में रहने वाला कमी कब दूर होगा। ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന പല സഹോദരിമാരും അപ്രകാരമുള്ള ദുഃഖത്തിലായിരിക്കുന്ന സഹോദരിമാരുണ്ട്. അവർ മനസ്സിൽ വിഷമത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥകളുണ്ട്.
आप जो भी पूरे परिस्थिति में रह रहे होंगे, आपके जो भी प्रकार का कमी होंगे, आपके कमियों के बीच में परमेश्वर को ही भरोसा कीजिए, वही आपके जीवन में उत्तम से उत्तम आशीष देगा। നിങ്ങൾ കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും ഉത്തമമായ അനുഗ്രഹം കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി തീരും. मार्ग में परमेश्वर को भरोसा करें. ഹല്ലേലൂയ. നിങ്ങളുടെ വഴികളിൽ കർത്താവിൽ നിങ്ങൾ ആശ്രയിപ്പാനിടയായി തീരട്ടെ. आप अपने जीवन में परमेश्वर को भरोसा करें. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിൽ ആശ്രയിപ്പാനിടയായി തീരട്ടെ. जैसे कि सातराक में मेशक आबेदनेगो परमेश्वर को भरोसा किया, वैसी एक भरोसा आपके अंदर हो जाए. ശദ്രക്ക് മേശക് അബേദ്നെഗോ എങ്ങനെയാണോ കർത്താവിൽ ആശ്രയിച്ചത് അപ്രകാരം നിങ്ങളും കർത്താവിൽ ആശ്രയിപ്പാനിടയായി തീരട്ടെ. उनके देश का राजा ने उनसे कहा, इस मूर्ति के सामने जब तक तुम नहीं झुकेगा तब तक तुमको जीवित नहीं रखूंगा. ഓ ആ ദേശത്തിലെ രാജാവ് പറഞ്ഞു, ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദേശത്തെ ജീവനോടുകൂടെ ശേഷിക്കുകയില്ല. शायद आप काम करने वाले जगह में आपको ऐसी मजबूरी है, ऐसी मजबूरी लोग कर रहे हैं कि आप जो नहीं करना चाहते उसको करवाने के प्रयास कर रहे हैं. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അപ്രകാരമുള്ള സ്ഥിതിയായിരിക്കാം നിങ്ങൾക്കുള്ളത്. लेकिन सातराक मेशक आबेदनेगो ने कहा, दानियल के किताब 3 अध्याय का 12 वचन से लेकर 17 वचन तक अगर आप पढ़कर देखिए, उन्होंने कहने लगा, हमारे जीवन में परमेश्वर छुटकारा दे या ना दे, हम परमेश्वर को छोड़कर और किसी को आराधना नहीं करेंगे और किसी के सामने झुकेंगे भी नहीं. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായം 12 മുതലുള്ള 17 വാക്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്, ശദ്രക്ക് മേശക് അബേദ്നെഗോ പറഞ്ഞു, എന്തുമാകട്ടെ ഞങ്ങളെ ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന ഉറപ്പോടുകൂടി അവർ നിൽക്കുവാനിടയായി തീർന്നു. लेकिन उसके राजा ने आग को 7 गुना बढ़ाकर उस आग में सातराक मेशक आबेदनेगो का हाथ पैर बांधवा कर अंदर डाल दिया था. ആ അഗ്നിയുടെ ചൂടിനെ 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ട് ശദ്രക്ക് മേശക് അബേദ്നെഗോവിനെ ആ തീച്ചൂളയിലേക്ക് രാജാവ് ഇടുവാനിടയായി തീർന്നു. लेकिन वहां पर सातराक मेशक आबेदनेगो के साथ परमेश्वर यीशु मसीह उतर कर आकर उनके साथ आग में चलने की शुरुआत किया, क्योंकि वे लोग परमेश्वर को भरोसा करने वाले लोग थे. അഗ്നിയുടെ നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ആ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുവാനിടയായി തീർന്നു. आपके जीवन में भी ऐसी परिस्थितियां बहुत है जिसके सामने आप झुको या ना झुको, इनके सामने नमस्कार करो ना करो बोलने वाले परिस्थिति के सामने खड़े हो, लेकिन मैं आज आपसे कहना चाहता हूं, परमेश्वर को भरोसा करने वाले एक व्यक्ति को कोई भी बात में डरने की जरूरत नहीं, क्योंकि परमेश्वर आपके साथ बुरी परिस्थिति में चलते हुए आप देखेंगे. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള സാഹചര്യം ഉണ്ടാകാം. ഞാൻ അത് ചെയ്യണമോ വേണ്ടായോ, അതിനെ നമസ്കരിക്കണമോ വേണ്ടായോ, ഇങ്ങനെയൊക്കെ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന അവസ്ഥകൾ ഉണ്ടാകാം. എന്നാൽ അതിന്റെ നടുവിൽ നിങ്ങൾ സ്ഥിരതയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നിങ്ങൾക്കായി വെളിപ്പെടുവാനിടയായി തീരും. जो लोग परमेश्वर के साथ स्थिर के साथ रहेंगे, उनके लिए एक आनंद काल का एक राज्य परमेश्वर रखा है, वो कभी ठहेगा नहीं. ഓ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു നിത്യതയുടെ രാജ്യം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതൊരിക്കലും ഇളകിപ്പോകാത്തതാണ്, മാറിപ്പോകാത്തതാണ്. आप सभी को फिर से एक बार धन्यवाद. थैंक यू. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ഒരു മിനിറ്റ് കൂടെ, ഒരു നിമിഷം കൂടെ പ്ലീസ്, वन मोर मिनट, 1-2 मिनट और लाइन में आप जरा कंटिन्यू कर दीजिए. आई वांट टू शेयर समथिंग. मैं 40 दिन का प्रार्थना रखा था तभी, ट्रांसलेट करो. मैं 40 दिन का प्रार्थना रखा था तभी मैंने ऐसा सोचा था कौन कौन परमेश्वर के दासों को इन्वाइट करेगा. 40 ദിവസം ഈ പ്രാർത്ഥന വെച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു ഏതെല്ലാം ദേവദാസന്മാരെയാണ് ക്ഷണിക്കേണ്ടത്. प्रभु का आत्मा मुझको कहा जबास्टिन पास्टर को बुलाओ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു പാസ്റ്റർ ജബാസ്റ്റിനെ വിളിക്കൂ. हाँ, और मैं विश्वास करते पास्टर आपको प्रभु ने अपना बीच में भेजा क्योंकि कुछ लोगों का आशीष के लिए. ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ദേവദാസനെ ദൈവം നമ്മുടെ ഇടയിൽ അയച്ചത് ചില വ്യക്തിയുടെ വിടുതലിന് വേണ്ടി. मैं इसीलिए आपको बोला और 2 मिनट रुको, मैं इसीलिए बोला അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് मैं कुछ गवाही बोलना चाहता हूँ. ചില സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. आज शाम को मैं और मेरा मिसेस ने कुछ बातों
आपस हम बात किया था। ഇന്ന് വൈകിയ സമയത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു. अपना कलीसिया में कुछ परिवारों में बच्चों में ये उनका बारे में हम एक दूसरे से बात किया था। ഞങ്ങളുടെ സഭയില് ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്തവരെ പറ്റി ഞങ്ങൾ ഷെയർ ചെയ്തു. काफी सालों से बच्चों ने ये वैसे कुछ परिवारों के लिए बात किया था। വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. हालेलुया। और मेरा मिसेस ने इसे कहा, देखो प्रभु उनको बच्चा जरूर देने वाला है। ഞാൻ എന്റെ ഭാര്യ പറഞ്ഞു ദൈവം തീർച്ചയായിട്ടും और मुझे इसे मेरा वाइफ ने पूछा, എന്റെ ഭാര്യ ഞാൻ ചോദിച്ചു क्या आपने उन लोगों के बारे में क्या प्रभु का आत्मा आपको बात किया है? ദൈവാത്മാവ് എന്താണ് പറയുന്നത് ആ കുടുംബത്തെ പറ്റി? मैंने बोला, देखो जरूर प्रभु उन लोगों को बच्चा देने वाला है करके प्रभु ने मुझसे बात किया है। ഞാൻ പറഞ്ഞു ദൈവം തീർച്ചയായും അവർ तो തലമുറ हम शाम को ऐसे बातों अपने घर में किया, हम उस जो बातों के बारे में चर्चा किया। ഞങ്ങൾ വൈകിട്ട് ഈ വിഷയത്തെ പറ്റി ഞങ്ങളുടെ ഫോണിൽ और സംസാരിച്ചു. जैसे आपने आपका गवाही बोलना शुरू किया, അതിനുശേഷം പാസ്റ്റർ വന്ന സാക്ഷികളെ मैं एकदम हालेलुया, मैं क्या नाम, मैं एकदम चकित हो गया, मैं एकदम शॉक्ड हो गया, क्योंकि प्रभु का आत्मा सीधा हमसे बात कर रहा था। ഇതൊക്കെ പാസ്റ്റർ സാക്ഷി കേട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി. കാരണം ദൈവാത്മാവ് ഡയറക്റ്റ് ആയി ഞങ്ങളോട് സംസാരിച്ചു. मैं सिर्फ आपका गवाही का आधा ही सुना है, ഞാൻ പാസ്റ്റർ സാക്ഷ്യത്തിന്റെ പകുതി മാത്രമേ കേട്ടു. क्योंकि 2018 अप्रैल महीने में मैंने जो तमिलनाडु में कन्याकुमारी में आपका कलीसिया का जो जनरल कन्वेंशन में मैं 2018 अप्रैल महीने में आया था। 2018 പാസ്റ്റർ സഭയിലെ ജനറൽ കൺവെൻഷന് വേണ്ടി ഞാൻ വന്നത്. मैं इतना तो आपका गवाही सुना, उस दिन आपने मंच में खड़ा होकर आपका पत्नी का जो कैंसर का बीमारी का बारे में बताया और प्रार्थना मांगा, उतना तो मैं सुना था। പാസ്റ്റർ അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് വൈഫിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് और उधर का लोग सब आपके लिए प्रार्थना कर रहे थे। आई डू नॉट नो एक्जैक्टली, मेरा थोड़ा सा याद है, मैं इतना तो याद किया था, आपका पत्नी तो एकदम बुरे एक हालात में से गुजर रहे था। उन जो विषय के बारे में उधर कुछ ना तो कुछ गवाही दिया। आई डू नॉट नो आफ्टर द डिलीवरेंस और व्हाट, बट इतना तो मेरा याद में आया था, इसलिए मुझे मालूम था आपका परिवार, आपका जीवन बहुत बड़ा एक समस्या से गुजरा है। കറക്റ്റ് ആയിട്ട് ഞാൻ കേട്ടില്ല ഫുള്ള് സാക്ഷ്യം. ഞാൻ ഇത്രയും മനസ്സിലാക്കി പാസ്റ്റർ കുടുംബം ചില അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു. वो 2018 अप्रैल महीने में था, 2018 ഏപ്രിൽ മാസം. लेकिन मैं प्रभु को आज कोटि कोटि धन्यवाद देना चाहता हूँ। ദൈവത്തിന് കോടി കോടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. हालेलुया। उस समय से मेरे याद में है, मैंने ऐसे भी जो सोचा, नॉर्थ इंडिया में काम करने वाले एक परमेश्वर का दास का परिवार में इतना बड़ा मुसीबत कैसे आया, प्रभु ये क्यों हो गया करके मेरा मन के अंदर भी काफी सवाल, काफी दुख मेरा मन के अंदर भी आया था। എന്റെ മനസ്സിൽ അനേക ദുഃഖങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു. ദൈവമേ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്ത ദേവദാസന്റെ കുടുംബത്തിൽ ഇത്ര വലിയ ദുഃഖം എങ്ങനെ കടന്നു വന്നു? लेकिन आज मैं कोटि कोटि धन्यवाद देना चाहता हूँ। ദൈവത്തിന് നിന്ന് കോടി उस गवाही का बाकी आज सुनने के लिए प्रभु ने मदद ആ किया। സാക്ഷ്യത്തിന്റെ ബാക്കി ഇന്ന് കേൾക്കാൻ ദൈവം സഹായിച്ചു. हाल इसलिए परमेश्वर का भजन संगीता 30 में इसे लिखा है, അതുകൊണ്ട് സങ്കീർത്തനം 30 പ്രകാരം പറയുന്നു. शाम को शायद अपना घर में आंसू आएगा, अपना घर में परेशानी आएगा, സന്ധ്യയെങ്കിൽ കരച്ചിൽ വരും നമ്മുടെ ഭവനത്തിൽ. लेकिन अगले दिन भोर को अपना घर में, उसी घर में आनंद का जय जयकार का ललकार ऊपर उठने वाला है। എന്നാൽ അടുത്ത ഉഷസ്സിലോ ജയത്തിന്റെ तो आपका जीवन का द्वारा हम अनुभव देखा है, പാസ്റ്റർ ജീവൻ मुसीबत का संकट का समय था, लेकिन Amen. जिस कोक को हालेलुया डॉक्टर ने कहा इस कोक के अंदर कुछ होने वाला नहीं, असंभव है, ओह मैं मेरा परमेश्वर का कोटि कोटि धन्यवाद देना चाहता हूँ। ഡോക്ടർമാർ വിധി എഴുതി ഈ ഉദരത്തിൽ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ സ്ഥലം. पास्टर एक शब्द हम साथ में प्रार्थना करने के लिए जा रहे हो। ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. कलीसिया इस वर्ष में Amen. हम पिछले कुछ समय से हम प्रार्थना कर रहे, कलीसिया के अंदर जितने परिवारों में बच्चों नहीं उन सबको बच्चों होने के लिए। ഈ വർഷം മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവസഭയിൽ ഏതെല്ലാം Amen. കുടുംബത്തിലാണ് കുഞ്ഞുങ്ങളില്ലാത്ത അവരുടെ आपने ऑलरेडी प्रार्थना किया, പാസ്റ്റർ ഓൾറെഡി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. आपने ऑलरेडी प्रार्थना किया, പാസ്റ്റർ ഓൾറെഡി അതിനു വേണ്ടി लेकिन प्रभु का आत्मा मेरे दिल के अंदर ऐसे एक बोझ दे रहे। ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ God is giving a burden in my heart। ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു ഭാരം हम साथ में Jesus. 3 जन साथ में प्रार्थना करेगा, നമ്മൾ മൂന്നുപേർ ഒരുമിച്ച് और आपका परिवार भी साथ में Amen. प्रार्थना करेगा। Your family also will pray together, Amen. and all the Jesus. church is going to pray together। Amen, Jesus. हम साथ में उस जो कर्स को आज Amen, रात को Jesus. तोड़ के प्रार्थना करेगा। രാത്രി ആ ശാപത്തെ നമ്മൾ പൊട്ടിച്ച് പ്രാർത്ഥിക്കും. In the name of Jesus, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ पास्टर Yes. इस जो हालेलुया Yes. जबास्टिन पास्टर का परिवार में आपने किया हुआ आशीष अपना कलीसिया के हर परिवार में हम अप्लाई करके प्रार्थना करते हैं। സെബാസ്റ്റ്യൻ പാസ്റ്റർ കുടുംബത്തിലുണ്ടായ Jesus. We receive that blessing in the name of Jesus। ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തെ उस സ്വീകരിക്കുന്നു. पास्टर का Amen, उस गवाही को Jesus. हम स्वीकार करते हैं। പാസ്റ്റർ അതേ സാക്ഷി कलीसिया का हर परिवार
परिवार में उसको Amen, लागू बनाकर हम Jesus. प्रार्थना करते हैं। ദൈവസഭയിലെ ഒരു കുടുംബത്തിനുവേണ്ടി ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. हालेलुया, we Amen, together, Jesus. हम साथ में ഒരുമിച്ച് इस चंगाई Amen, कलीसिया के Jesus. ऊपर, ഈ Yes. इस लाइव सुनने वाला हर व्यक्ति के ऊपर। Yes. ഈ ലൈവ് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ कल मुझे कोई फोन करके Yes. कहा, ഇന്നലെ ആരോ ഫോൺ ചെയ്തു हालेलुया, उनका जो हालेलुया Hallelujah. कोख में संतान होने का कुछ रुकावट है, ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ചില क्योंकि कुछ पॉलिसिस का तकलीफ Thank उनका you, हर Jesus. जीवन में है। ചില സിസ്റ്റിന്റെ പ്രോബ്ലം Jesus. लेकिन आज रात को हम प्रार्थना कर रहे Jesus. हो यीशु नासरी के Jesus. नाम है। Jesus. ओ हालेलुया, प्रभु का Jesus. चमत्कार इसी Hallelujah. दिनों में उस परिवार में होने दीजिए। Amen. हालेलुया, पास्टर का Amen, पास्टर का Jesus. बच्चा है, मैं प्रभु को धन्यवाद देना चाहता हूँ। Hallelujah. बहुत बड़ा गवाही है, बहुत बड़ा। पास्टर कैन यू प्रे अगेन? हालेलुया, वी नीड दैट ब्लेसिंग। Hallelujah. हमें उस आशीष धन्यवाद, चाहिए। धन्यवाद, हम धन्यवाद, साथ में धन्यवाद प्रार्थना करेगा। परमेश्वर। जमाने ओ का शाना, राबाला रामधने, बारा बारा शाखा बारा धूला पास्टर बारा है, बारा बारा पास्टर शंगरा उनको बाला प्रार्थी चाहते, दियाला जगत ब्लेस दैट। परमेश्वर पिता धन्यवाद, 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 धन्यवाद। जैसे परमेश्वर हमारे लिए जो आपने संतान दिया, वैसे ही जितने भी परिवार दुख और आंसू In the name of Jesus, हालेलुया, हालेलुया। हम साथ उनके जीवन में सारे श्राप यीशु नाम टूट से जाए, उनके जीवन में शैतान ने रखा हुआ रुकावटें दूर हो जाए। परमेश्वर उनके कोप को खोल दे, उनके जीवन में चमत्कार होने दे प्रभु से। सारे मुसीबतों के बीच में चमत्कार होने दे परमेश्वर पिता। आपके अद्भुत कार्य जैसे हालेलुया, आपके खून के द्वारा, आपके लहू के द्वारा होता है। हालेलुया प्रभु जी, आपके बड़ी सामर्थ्य के लिए हम धन्यवाद देते हैं परमेश्वर, धन्यवाद देते हैं परमेश्वर। चमत्कार के लिए धन्यवाद, 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 धन्यवाद। फिन्नी पास्टर के कलीसिया में एक भी परिवार संतान रहित नहीं रहेगी। यीशु नासरी के नाम से सबका बच्चा परिवार संतान से बढ़कर कलीसिया में नाम रखने के लिए आएंगे। हालेलुया पास्टर, आपके आप लोग के प्रार्थना के द्वारा हमको मिला है, हमारे बच्चे को आप एक नाम दे दीजिए बोलकर। वो जितने भी परिवार सुन रहे हैं, ये परिवार में आशीष खोल दे परमेश्वर पिता। आप उनके आंसू को हटा दिया है, उनके दुखों को दूर कर दिया है, उनके खौफ को भर दिया है। आपके लहू का सामर्थ्य हो रही है परमेश्वर पिता। धन्यवाद यीशु। महिमा, महिमा, महिमा आपको देते हैं परमेश्वर पिता। सारे आदर और महिमा आपकी होने पाए। धन्यवाद, धन्यवाद, धन्यवाद यीशु के नाम से आमेन। थैंक यू पास्टर, थैंक यू, गॉड ब्लेस यू पास्टर। हालेलुया, मैं विश्वास थैंक यू करता हूं सो मच।